ഇന്നലെ ഞാനൊരു കുടുംബത്തെ കണ്ടു. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ വന്നൊരു കുടുംബമാണ്. ആ മനുഷ്യൻ്റെ വീട്ടിൽ ഞാൻ രണ്ട് ദിവസം മുമ്പ് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഒരു കമ്പനി നടത്തുകയാണ്. അദ്ദേഹത്തിന് 2 കമ്പനികളാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് 2 കോടി രൂപയുടെ കടവാണ്. 2 കോടി രൂപയുടെ കടവാണ്. ഞാൻ ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആ പ്രാർത്ഥനയുടെ നിമിഷം മുഴുവനും പൊട്ടിക്കരയുക. എനിക്ക് പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. 2 കുഞ്ഞുങ്ങൾ, ഒരാൾ ബാംഗ്ലൂർ പഠിക്കുന്നു, ഒരാൾ കാരുണ്യ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. 2 കുട്ടികൾ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയം മുഴുവനും ഈ സഹോദരി നിന്ന് പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ഇതാ: നിങ്ങൾ ഈ 2 കോടി രൂപയുടെ കടബാധ എന്നതിന്റെ മുമ്പിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുക. വലതുകര ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു പ്രശ്നത്തിന്റെ മുമ്പിൽ നമ്മൾ ദൈവാത്മാവിന്റെ സ്വഭാവം കാണിക്കണം. ഹല്ലേലൂയ. വലതുകര ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളിപ്പോ നോയമ്പ് കാലഘട്ടത്തിലാ. ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമ്മളെ സഭ എന്തോർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ നോയമ്പ് കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്? എന്തോർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നോയമ്പ് കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത്? നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: യേശുവിന്റെ മേൽ യോർദാൻ നദിക്കരയിൽ വെച്ച് പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. യേശുവിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നു. യേശുവിനെ നോക്കി പിതാവ് പറയുന്നു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. വലതുകര ഉയർത്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ യേശുവിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നു. യേശുവിനെ നോക്കി പിതാവ് പറയുന്നു, നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യേശുവിനെ നോക്കി യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ വരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വചനം എന്താ? മത്തായി 4:1. അടുത്ത വചനം എന്താ? പിശാചിനാൽ പരീക്ഷിക്കപ്പെടാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട ദൈവജനമേ, നിന്റെ അഭിഷേകത്തിന്റെ തൊട്ടടുത്ത്, നീ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന് സ്വർഗം പറയുന്നതിന്റെ തൊട്ടടുത്ത്, നിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നതിന്റെ തൊട്ടടുത്ത് ഒരു മരുഭൂമി ദൈവം അനുവദിക്കുന്നുണ്ട്. വലതുകരം ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ എനിക്ക് പ്രിയപ്പെട്ടതാണെന്ന് ദൈവം പറയുന്നതിന് തൊട്ടടുത്ത്, നിന്റെ തലയ്ക്ക് മുകളിൽ സ്വർഗം തുറക്കപ്പെടുന്നതിന് തൊട്ടടുത്ത്, നീ ദൈവത്തിന് പ്രിയപ്പെട്ടതാണെന്ന് പറയുന്നതിന് തൊട്ടടുത്ത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങുന്നതിന് തൊട്ടടുത്ത് നിനക്കൊരു മരുഭൂമി ദൈവം അനുവദിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവർ ഇപ്പോൾ ഒന്ന് ചിന്തിക്കുക: ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ തൊട്ടടുത്ത് നീ അനുവദിച്ച മരുഭൂമി എന്താണ്? അല്ലേ? ഒരുപാട് സ്വപ്നങ്ങളോടെ ഒരുവൾ യേശുവിൻ്റെ മണവാട്ടിയായി അവൾ സഭാവസ്ത്രം സ്വീകരിച്ചു. ഒരുപാട് കുഞ്ഞുനാളിലെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. എന്നാൽ ഓർക്കുക, പിന്നീട് അൽഫോൻസാമ്മയുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചത് ഒരു രോഗക്കിടക്കയാണ്. നമ്മൾ ഓർക്കുക, ഇതൊരു യാഥാർത്ഥ്യം. ഇവിടെയാണ് ക്രൈസ്തവ ജീവിതം വെളിപ്പെടുന്നത്. ഇവിടെയാണ് സ്പിരിച്വാലിറ്റി വെളിപ്പെടുന്നത്. വലതുകര ഉയർത്തി, സ്വരം ഉയർത്തി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സന്യാസ സമൂഹത്തെ ധ്യാനിപ്പിക്കുക. ഒരു സന്യാസ സമൂഹത്തെ ധ്യാനിപ്പിക്കുമ്പോൾ അവരുടെ പ്രൊൻഷ്യാളം എന്നോട് പറഞ്ഞു, അച്ഛൻ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എൻ്റെ കൂടെ ഇന്ന റൂം വരെ ഒന്ന് വരണേ. ഞാൻ പറഞ്ഞു, വരാം സിസ്റ്റർ, ഞാൻ വരാം. എപ്പോഴാണെന്ന് പറഞ്ഞാൽ മതി, ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിനിടയ്ക്ക് ഈ പ്രൊൻഷ്യൽ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് ഒരു റൂമിലേക്ക് പോയി. അവരുടെ ആവൃത്തി, സിസ്റ്റേഴ്സിൻ്റെ ആവൃത്തിക്ക് ഉള്ളിലേക്ക് പോവുകയാണ്. ഞാൻ ഈ ആവൃത്തിക്കുള്ളിൽ ചെന്ന് ആ റൂമിൽ പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് 1 വർഷമാകുന്നില്ല. ഒരു കൊച്ച് സിസ്റ്റർ കട്ടിൽ കിടക്കുന്നു, കൊന്ത കയ്യിലുണ്ട്, കൊന്തയിലെ കുരിശ് മുറുകെ പിടിച്ചിരിക്കുന്നു. എന്നെ നോക്കി സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്നു. എനിക്ക് ആ രോഗത്തിൻ്റെ പേര് ഇപ്പോഴും പറയാനറിയില്ല. ഏതായാലും ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത്
ലക്ഷത്തിൽ ഒരാൾക്ക് പോലും വരാൻ സാധ്യതയില്ലാത്തൊരു രോഗമാണ്. എന്ന് വെച്ചാൽ ശരീരം ഒന്ന് അനങ്ങാൻ പറ്റുന്നില്ല. ഓർക്കുക എന്നോട് ആ സിസ്റ്റർ പറഞ്ഞത്, കുഞ്ഞുനാൾ മുതൽ എൻ്റെ ആഗ്രഹമായിരുന്നു ഒരു സമർപ്പിതയാകണമെന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നിൽക്കുന്ന മാത്രമല്ല, ആ സിസ്റ്ററിന് സഭാവസ്ത്രം സ്വീകരിച്ചിട്ട് MBBS പോകണം. MBBS എൻട്രൻസ് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് MBBS മെറിറ്റ് അടിസ്ഥാനത്തിൽ സീറ്റ് ലഭിച്ച ഒരു സിസ്റ്റർ കുറെ നാളായിട്ട് ആരോടും പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന ശരീരവേദന ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ അത് ഒരൊറ്റ മാസം കൊണ്ട് അത് സിവിയറായിട്ട് മാറുമ്പോൾ ഇതാ ഒരുപാട് സ്വപ്നങ്ങൾ. MBBS പഠിച്ച് നല്ലൊരു ഡോക്ടറായിട്ട് വേദനിക്കുന്നവരെ ശുശ്രൂഷ ചെയ്യണമെന്ന വലിയ സ്വപ്നത്തോടെ യേശുവിന്റെ കയ്യിലേക്ക് ജീവിതം കൊടുത്തവളുടെ തൊട്ടടുത്ത് ഇതാ പിന്നീട് ദൈവം അനുവദിക്കുന്നത് ജീവിതാന്ത്യം മുതൽ ജീവിതാന്ത്യം വരെ കിടക്കാൻ പാകത്തിനൊരു രോഗമാണെന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും മനസ്സിലാകില്ല. എന്നാൽ ഓർക്കുക, അവളെ ദൈവം വെറുതെ കിടത്തിയതല്ല. പിന്നീട് ഒരു 20 മിനിറ്റ് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, അവളുടെ തലയ്ക്ക് മുകളിലല്ല, അവളുടെ ജീവിതത്തിന്റെ ചങ്കിൻ്റെ അകത്ത് അതുപോലൊരു അഭിഷേകം ഒരുക്കിയിട്ടാണ് ദൈവം അവളുടെ ജീവിതത്തിൽ ഒരു രോഗക്കിടക്ക അനുവദിച്ചത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. ശക്തമായി കരങ്ങളെ തട്ടി ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമ്മൾ തിരിച്ചറിയുക നമ്മൾ എങ്ങനെയാണ് നമ്മൾ നടക്കുന്നത്. ഞാനൊരു ക്രൈസ്തവനാണ്, ഞാൻ ക്രിസ്തുവിൽ ജനിച്ചവനാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിൽ ജനിച്ചവനാണ്, ക്രിസ്തുവിൽ ജനിച്ചവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഒരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ മാർപ്പാപ്പ എഴുതുന്നൊരു കാര്യം ഇതാണ്: നമ്മൾ ക്രിസ്തുവിൽ ജനിച്ചുവെന്ന് പറയുമ്പോൾ മാർപ്പാപ്പ പറയുകയാണ്, നമ്മൾ കാണും അല്ലേ, ഒരു കുഞ്ഞിനെ മാമോദിസ മുക്കുന്നത് നമ്മൾ കാണും. മാമോദിസ തൊട്ടി നമുക്കറിയാം. ആ മാമോദിസ തൊട്ടിയിൽ പണ്ട് മുക്കുക എന്നതായിരുന്നു, ഇപ്പോൾ തലയിൽ വെള്ളമൊഴിക്കുക. ഈ മാമോദിസ തൊട്ടിയിലെ ജലം അത് പ്രതിനിധാനം ചെയ്യുന്നത് യേശുവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തെയാണ്. അത് പ്രസന്റ് ചെയ്യുന്നത്, അത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് യേശുവിനെയാണ്. എന്ന് വെച്ചാൽ നിന്റെ അപ്പനിലും അമ്മയിൽ നിന്നും ജനിച്ച നീ മാമോദീസ വഴി എന്തായിട്ട് മാറുന്നു? നീ യേശുവിൽ ജനിക്കുന്നു. ഹല്ലേലൂയ. ഉയർത്തി സ്വരം ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഒരു ചേട്ടൻ യേശുവിൻ്റെ അടുത്ത് വന്നു. ആ ചേട്ടൻ്റെ പേര് നിങ്ങൾക്കറിയാം, എന്താണ്? നിക്കോദേമോസ്. യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ യേശു എന്താ പറഞ്ഞത്? എന്താ? വീണ്ടും ജനിക്കണം. ഓക്കെ, വീണ്ടും ജനിക്കണം. എന്തിന് വീണ്ടും ജനിക്കണം? വീണ്ടും ജനിക്കണം എവിടെ പ്രവേശിക്കാൻ? ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വീണ്ടും ജനിക്കണം അല്ലേ? ഇപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ജനിച്ചു അല്ലേ? എനിക്ക് ശരീരം നൽകിയതാരാ? ദൈവമാണ്. എങ്കിലും ഈ ഭൂമിയിൽ വരാൻ എനിക്ക് ശരീരം നൽകിയതാരാ? എൻ്റെ അപ്പനും അമ്മയും. എൻ്റെ അപ്പൻ ആൻ്റണി എന്ന് പറയുന്ന എൻ്റെ അപ്പനും എൻ്റെ അമ്മയുമാണ് ഈ ശരീരം നൽകിയത്. ഞാൻ ചോദിക്കട്ടെ, ഈശോ എന്നോട് പറയുക, വർഗീസ നീ വീണ്ടും ജനിക്കണം. ഇനി എൻ്റെ അപ്പന് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് ശരീരം തരാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അപ്പൻ മരിച്ചുപോയി, അമ്മ പ്രായമായി, ഇനി അവർക്ക് എനിക്കൊരു ശരീരം തരാൻ പറ്റില്ല. അതാണ് നിക്കോദേമോസ് ചോദിച്ചത്. പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും ജനിക്കാൻ പറ്റുമോ? അപ്പോ ഈ ഭൂമിയിൽ ഏത് വ്യക്തിക്ക് ജനിക്കണമെങ്കിലും എന്ത് വേണം? ശരീരം വേണം അല്ലേ? ആർക്ക് ജനിക്കണമെങ്കിലും ശരീരം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇവിടെയാണ് നമ്മൾ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാണ്. ഇപ്പോൾ എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് ഒരു പക്ഷേ ദേഷ്യം അല്ലെ, കുറേ പേരുടെ പ്രശ്നം ദേഷ്യമാണ്, കുറേ പേരുടെ പ്രശ്നം ജഡികമായ ആസക്തിയാണ്, കുറേ പേരുടെ പ്രശ്നം അങ്ങനെ നമുക്ക് നിരവധിയായ സ്വഭാവങ്ങളുണ്ട്. സങ്കടമാണ്, ദുഃഖമാണ്. കാരണം അത് ജഡത്തിൽ നിന്ന് വന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആത്മാവിൽ ജനിക്കണം. അതാണ്, നമ്മൾ ആത്മാവിലാണ് ജനിച്ചതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ ഇനി ആത്മാവിൽ ജനിക്കാനുള്ള വഴിയാ തേടേണ്ടത്.
ആത്മാവിൽ ജനിക്കാനുള്ള വഴിയാണ് ഈ കൺവെൻഷൻ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതിനെന്ത് വേണം? ജനിക്കണമെങ്കിൽ എന്ത് വേണം? ജനിക്കണമെങ്കിൽ ശരീരം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദേമോസിനോട് ഈശോ പറഞ്ഞു, നീ വീണ്ടും ജനിക്കണം. അപ്പോൾ നിക്കോദേമോസ് യേശുവിനോട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇതാണ്: പ്രായമായ മനുഷ്യന് എങ്ങനെ സാധിക്കും? ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കയറി ജനിക്കാൻ പറ്റുമോ? ഇനി എനിക്ക് ജനിക്കാൻ ആര് ശരീരം തരും? ഇതാണ് ചോദ്യം. ഇനി എനിക്ക് ജനിക്കാൻ ആര് ശരീരം തരും? ആ ചോദ്യത്തിന്റെ ഉത്തരവാണ് യോഹന്നാൻ 6, നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന ശരീരം, ഈ അപ്പം എന്റെ ശരീരമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ലോകത്തിൽ വേറെ ഏത് മതവും ഉള്ളത്? ലോകത്തിൽ വേറൊരു മതമില്ല. ഇതാ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരുന്ന അപ്പം, നിങ്ങൾക്ക് ഞാൻ തരുന്ന അപ്പം എന്റെ ശരീരമാണ്. നിങ്ങൾക്ക് വീണ്ടും ജനിക്കാൻ ഞാൻ തരുന്ന ശരീരം എന്റേതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ദൈവശാസ്ത്രം, ഇങ്ങനെയൊരു ദൈവം ലോകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുതെ പറഞ്ഞു വെക്കുകയല്ല, നീ വീണ്ടും ജനിക്കണമെന്ന് ദൈവം വെറുതെ പറഞ്ഞു വെക്കുകയല്ല. അതിനുവേണ്ടി ആത്മാവിൽ ജനിക്കാൻ, ആത്മാവിൽ ജനിച്ചൊരു ശരീരമുണ്ട്. ആത്മാവിൽ ജനിച്ചൊരു ശരീരം, അത് ആരുടേതാ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആത്മാവിൽ ജനിച്ച ശരീരം ഏതാ? യേശുവിന്റെ ശരീരം. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ യേശുവിൽ ജനിക്കുമ്പോൾ എന്റെ ജഡിക സ്വഭാവം മാറി ഞാൻ ആത്മാവിൽ ജനിക്കുന്ന വ്യക്തിയായി മാറും. കരങ്ങളടിച്ച് ഈശോയ്ക്ക് നന്ദി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുർബാനയിലും അതാ നടക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ആത്മാവിൽ എങ്ങനെയാ ജനിക്കേണ്ടത്. ആത്മാവിൽ ജനിക്കുന്ന ഇടമാണ് നമുക്ക് കൗദാശിക ജീവിതം, കൂദാശകൾ എന്നത്. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ആത്മാവിൽ യേശുവിൽ ജനിക്കണം. യേശുവിൽ നമ്മൾ ജനിക്കുമ്പോൾ, യേശുവിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ സ്വഭാവം യേശുവിൻ്റെതായി മാറും. വലതുകരം ഉയർത്തി, സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,